ഹായ് കുട്ടീസ്, ഇന്ന് നമുക്കൊരു മുട്ടക്കറി തയ്യാറാക്കാം. അതിനായി 3 മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. 3 മുട്ടയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഇടത്തരം സവാള 3 എണ്ണം, 2 പച്ചമുളക്, 1 തക്കാളി. സവാള ചെറുതായി കട്ട് ചെയ്ത് വെക്കുക, തക്കാളിയും കട്ട് ചെയ്ത് വെക്കുക, പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെക്കുക. അതിലേക്ക് വേണ്ട മസാലാസ് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. സ്റ്റൗവിൻ്റെ ചെറിയ ബർണറിൽ വെച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം വെക്കേണ്ടത്. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളി വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യുക. കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3-4 വിസിലും അടിച്ചാൽ നമ്മളുടെ ഉള്ളി വഴണ്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയി തുറന്ന് നമ്മളുടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. മറ്റൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം മസാലാസ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അത് മാറ്റി വെച്ച് കുക്കർ അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഉടനെ തന്നെ ആ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഫെനൽ സീഡ്സിൻ്റെ പൊടി, അതായത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പിന്നെ ചുടുവെള്ളം കുറച്ച് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം പുഴുങ്ങിയ മുട്ട അതിലേക്കിട്ട് വീണ്ടും 2 മിനിറ്റ് നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. നമ്മളുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഹോട്ടലിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ടക്കറി